ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള പൈസ്. നമ്മൾ കുറേ നാളായി കണ്ടിട്ട് എനിക്കറിയാം. കാരണം ECT എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ അധികം. അപ്പോൾ നമുക്ക് പുതിയ ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. അവിടെ ഞാൻ പുതിയൊരു PR മാച്ചായിട്ട് കളിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, നമ്മുടെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു. അതിനകത്ത് റിവാർഡ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു. PR മാച്ച് കളിക്കാം, സോളോയിൽ കളിക്കാം, വേണം CS കളിക്കണം, അത് PR കളിക്കാം. അപ്പോൾ ഈ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കളിക്കാൻ തുടങ്ങാം. പിന്നെ തൽക്കാലത്തിൽ ഞാൻ സിസ്റ്റം വോയിസ് ഒന്ന് ഓഫാക്കി, കാരണം എൻ്റെ വോയിസ് നേരെ കേൾക്കില്ല. അതുകൊണ്ട് സിസ്റ്റം വോയിസ് ഒന്ന് ഓഫാക്കി. അല്ലെങ്കിൽ ഫുള്ള് മിക്സ് ആയിട്ട് എൻ്റെ പല വീഡിയോസിലും ഞാൻ ഈ പ്രശ്നം കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലിച്ച് ഉണ്ട്, അറിയണവരൊക്കെ കമന്റ് ചെയ്യാം. അതായത് നമ്മൾ ഇങ്ങനെ മെല്ലെ ഇതിന് പോയാൽ അങ്ങോട്ട് പോകേണ്ടതാണ്. പോയി കണ്ടോ, ഇപ്പൊ ഞാൻ നേരെ ഫോണില് ഫസ്റ്റ് വന്നിട്ട് പോയിരുന്നു. കുറെ നേരം വേണം, മില്ലിൽ തന്നെ ഇറങ്ങാം. ആദ്യം നമുക്ക് ചാവാം. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എപ്പോഴും ഈ PR കളിച്ചിട്ടേക്ക് ബോറടിക്കാന്, അതുകൊണ്ട് പിന്നെ PR കളിക്കില്ലെന്നല്ലേ പറഞ്ഞത്. നമുക്ക് ഒരു ഒളിച്ചൊളി ആ ഒരു ടീമിൽ നമുക്ക് കളിക്കാം. അതായത് ഒളിച്ചിട്ട് ഇങ്ങനെ കളിക്കണത്. ഇപ്പൊ ഈ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ അപ്പൊ ചെയ്യണത്. അവിടെ മോനെ ഗണ്ണ് കാര്യങ്ങൾ എടുക്കണതിന് നമുക്ക് ഞാൻ പറഞ്ഞതിന് നമുക്കൊരു ഒളിച്ചൊളി ഒരു ടീം നമുക്ക് കളിക്കാം. നമുക്ക് എവിടെ കളിക്കും? ഇവിടെ കുറെ ഒറ്റയ്ക്ക് കിടക്കാൻ വീടുകളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ഒളിച്ചൊളി കളിക്കാം. വീട്ടിലുള്ള നമ്മുടെ ഇന്നത്തെ ഒബ്ജക്റ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും നമ്മൾ കണ്ടുപിടിക്കരുത്, അത്രേ ഉള്ളൂ. കണ്ടുപിടിക്കോ ഇവനെന്തോ ഈ ഓടിക്കാനുള്ള വീട് നമുക്ക് അവനോട് തീർത്താലോ. നല്ലൊരു അടിപൊളി ഹെഡ് കൊടുത്തിട്ട് അവനോട് തീർത്തിട്ട് ഇവിടെ പൂട്ടേക്ക്, അല്ലെങ്കിൽ വേറെ പൊന്നരങ്ങൾ വരും. ബൈസൺ, ഈ കളി നമ്മൾ എടുക്കണ്ടോ? ഒളിച്ചു കളിക്കണോ? ഈ ബൈസനെ കിട്ടിയ ഇറങ്ങി കളിക്കാറല്ലേ പതിവ്. ചാലഞ്ച് അതായിരുന്നു. ഞാൻ ഒന്ന് ഒളിച്ചെടുക്കുന്നുണ്ടെന്ന് നോക്കാം. ഫുഡ് പേക്കറും കിട്ടി, ബൈസനും കിട്ടിയില്ല. ഒരുത്തവിടെ ഇറങ്ങുന്നുണ്ട്. ഇവന് മധ്യയില്ലേ? എവിടുത്തെ ജന്മാണിത്? വന്നു പ്രൊട്ടക്ഷൻ ഒളിച്ചു കളിക്കാൻ നോക്കിയപ്പോലെ ഈ ബൊമ്മാരി പിന്നില് വരും. കുറച്ച് ഉളുപ്പ് വേണ്ടതൊക്കെ കടുത്തൊളിച്ച് കളിക്കാം. ഇത് കാര്യമായിട്ട് കളിച്ചത് നമ്മൾ ആരും കണ്ടുപിടിക്കില്ല. ആരും കണ്ടുപിടിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരൊന്ന് റിക്വസ്റ്റ് കഴിച്ച് പോയിട്ടുണ്ട്. PR ഗെയിമർ ആവുന്നു. നമുക്ക് നോക്കിയാൽ പഠിക്കുന്നുണ്ട്. BR ഗെയിമർ ലോണിപ്പാണ് കളിക്കുന്നത്. BR മാത്രം കളിച്ചിട്ട് BR ഗെയിമറിന്റെ CS റാങ്ക് കൊടുന്നു. പേര് BR ഗെയിമർ. അത്രയ്ക്ക് ഉൾപ്പോയി. നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കടന്നിട്ട് കുറച്ചുനേരം ഷോ വർക്കാം. ആരും നമ്മളെ കണ്ടില്ലെങ്കിൽ അവർ കഷ്ടപ്പെടുന്നു. ചെറിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് കുറച്ച് മാറ്റം വരുത്തും. അവിടെ കഷ്ടപ്പെടുന്നത് നമ്മൾ കളിക്കും. ഗ്രേവറിലായിരിക്കും ഇവിടെ വിളിക്കാം. പിന്നെ സോണൊക്കെ വന്നപ്പെടും, പക്ഷെ കുഴപ്പമില്ല. ഈ സോണ് വരുമ്പോഴല്ലേ കുഴപ്പം നോക്കണം. ഞാൻ നിങ്ങളെ ഇറങ്ങിയിട്ട് കാണിക്കാം. ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങനെ? ഓഹോ, ഇതേത് സ്ഥലം? ഈ ഗ്രേവിയറിൽ ആദ്യം കാര്യമായിട്ട് പറയാം, ഇതുവരെ കളിച്ചിട്ട് ഈ സ്ഥലം ഏതാന്ന് കൂടി അറിഞ്ഞിട്ടില്ല. ആരെയും വരികയാണെങ്കിൽ വരട്ടെ.
പാരഫൽ വേണോ? AC80 വേണോ? കമോൺ. അടിയിൽ ആരെങ്കിലും അവിടെ ചെറുതായിട്ടൊന്ന് ഗ്ലിച്ച് പിടിച്ചു, അത് കുഴപ്പമില്ല. ഇപ്പൊ ലൂട്ടൊക്കെ എവിടെ? ആരെങ്കിലും വന്നു പോയോ? ആ, ആരത്? ഈ ഗ്രീവ്യാർഡിലെ ആളുകൾ ഇറങ്ങും. ബൊമ്മാരെല്ലാവർക്കും ഉണ്ടാവില്ല. ഇത് കാട്ടുക. ഇവിടെ ഉണ്ടാവണ്ടാണ്. ഞാൻ ഇവിടെ ഒന്ന് മാർക്കാണ്, ഇങ്ങനത്തെ ഒരു മാർക്ക്. ആ റിവൈൽ പോയിന്റ് ആരെടുത്ത്? റിവൈൽ പോയിന്റ് ഇല്ല ആരെടുത്ത്? അന്നാ കണ്ടു വെച്ചേന്. അങ്ങനെ അത് പോയി. ആറത് ഇപ്പൊ ഒന്നിനൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യം. ബാഗ് ലെവൽ 3. ഇവിടെ എന്താ ഈ ആകുന്നതും വേണ്ട ഇത് കളക്ട് ചെയ്യാം. പിന്നെ ഈ ഫ്രീ ഫയറിന് അത്ര വലിയ പ്രോബ്ലം അല്ല, കഴിഞ്ഞാൽ ഇതിന് മനസ്സിലായിണ്ടാവും. അത് സാധൊരു ഗെയിമറാണ്, എനിക്ക് എത്ര ഒന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുത്തി പിടിച്ച് കളിച്ച് ഇവരെയൊക്കെ ആക്കിയതാണ്. ഞാൻ അതുവരെ എലൈറ്റ് ഇയറിൽ കൂടി കളിച്ചില്ല. ദൈവമാണ് സത്യം, ഉള്ള കാര്യം പറയാം. പക്ഷെ ആരവിടുന്ന് ഫയർ ചെയ്യുന്നത്? അവിടെ ആരാ? അണ്ടപ്പട്ടി. അയ്യോ, അതാരാ? എന്താണ് എല്ലായിടത്തും ആള്? ഇപ്പൊ എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ തന്നെ. ആ, എനിക്ക് തോന്നി പഠിക്കുന്നു. ആരവിടുന്ന് ഉളുപ്പുണ്ടാ? അയ്യോ, അയ്യോ, ഹെൽത്തൊക്കെ പൊന്നു. നേരത്തെ കണ്ടോല്ല, അവിടെ ചാടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടുന്ന് വരും, നമുക്ക് നേരെ പോവാ. അയ്യോ സൂം. ആ, നീ തന്നെ വന്നോളൂ. ആരെത്തപ്പെട്ടി ഒക്കെ മിസ് ചെയ്തു. ഒരെണ്ണം ഷോട്ട് വരിക. ഈ നമുക്ക് എന്തേലൊക്കെ ചെയ്യണം. അവ അവിടെ കിട്ടും. എന്താ ഒരു ഗുവാ ഇട്ടിട്ട് അവിടെ പോവാ. അതാ കുറുകാ കുണുവാ ഉളു കുറച്ച് UMP മതിയില്ല, UMP മതി. MP14 മോഡൽ UMP ബെസ്റ്റ് കോം എടുക്കാം. ഉണ്ടൊക്കെ കടക്കട്ടെ, എന്തായാലും ബാഗിൽ തന്നെ. അയ്യോ, ഇനി നമുക്ക് തോന്നിട്ട് പോണല്ലോ. അതാരാ? ഇവനെ കൊണ്ട് ഒരു കാര്യം പറയട്ടെ, ഒളിച്ചളി എന്ന് പറഞ്ഞിട്ട് ഓട്ടെ എന്താ ചെന്ന് ഒളിച്ചളി വേണ്ട ഒരു ഇവിടെ വേണ്ട അവിടെ തോന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട് മാപ്പ് നോക്കിക്കൊണ്ടിരിക്കണേ, കുഞ്ഞ ഉളുപ്പ് പറഞ്ഞല്ല ലേശ നാണം. അടുത്ത് അവിടുന്ന് കൊടുക്കുന്നു. എങ്ങനെ ടീമൊക്കെ നോക്കാം. എന്തായാലും തത്തുറപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ അതും കിട്ടി. നമുക്ക് ലോൺ വൂൾഫ് കളിക്കാം. നമുക്ക് ലോൺ വൂൾഫ് ഹെഡ്ഷോട്ട് കളിക്കാം. അപ്പൊ പുതിയത് വന്നാണ്. ഇത് കുറച്ച് കളിച്ചിട്ട് നമുക്കിനി പോവാം. ഹെഡ്ഷോട്ട് ആയതുകൊണ്ട് ഡെസിറ്റികൾ മാത്രം മതി. നമ്മൾ 2 റൗണ്ട് ചിലപ്പോൾ ഞാൻ ജയിക്കും, ചിലപ്പോൾ ഞാൻ തോൽക്കും. ചിലപ്പോൾ ഒരു റൗണ്ട് ഞാൻ ജയിക്കും, ചിലപ്പോൾ ഒരു റൗണ്ട് അവൻ ജയിക്കും. ഈ സംഭവം നോക്കാം. ഡെസിറ്റികൾ വെച്ചിട്ട് അറിയുന്ന അറിയില്ല. സ്കേറിനും കൂടി ഇല്ല. ഓ, ഇതാക്കണോ? അടിച്ചു. അടിക്കാൻ വെക്കില്ല, എന്താ കാട്ടുക. ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് റൗണ്ട് എടുക്കാൻ പറ്റുമോ നോക്കാം.
മൂന്ന് ഷോട്ട് കയറിയില്ലേ, മൂന്നെണ്ണം, മൂന്ന് ഷോട്ട് കയറിയില്ലേ. എന്റെ കഴിവൊക്കെ അങ്ങോട്ട് പോയി. ഈ 4 ഷോട്ട് കയറുണ്ടോ ഈ ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ട്രെയിനിലൊക്കെ പോയിട്ട് വൺ ഷോട്ട് എപ്പോഴും അടിക്കും, ഒറ്റ ഷോട്ടിലൊക്കെ കിട്ടും. പക്ഷെ ഈയിടെ എനിക്ക് നന്നായിട്ട് ഇതുണ്ട്, കാരണം ഇവരെ സെൻസിറ്റിയിൽ മാറ്റം കൊണ്ടുവന്നു. എനിക്ക് നേരം അടിക്കാൻ കണ്ടോ, അതും കിട്ടിയില്ല. എവിടെ അതാരാ, എവിടെ നിന്നൊക്കെ വരുന്നു ഉടുപ്പില്ലാത്തവര്. അവ പള്ളിക്ക് മറന്നു. വിഷയം അടിച്ചോട്ട് 262. അപ്പുറത്തോണ്ട് പേരില്ല അതെ. എന്താ നീ ഏത് കണ്ടെടുത്ത് നോക്കാം. 1887 കുഴപ്പമില്ല. അപ്പൊ അടുത്ത 2 റൗണ്ട് പൊട്ടി. 187 കൊണ്ട് എങ്ങനെ അടിക്കും കൂടി അറിയില്ല. ശ്രമിക്കാം, അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. ഒളിച്ചൊന്ന് കളിക്കാം. അവൻ പ്രോയാണ് ചിലപ്പോ, അതുകൊണ്ടാവും ഈ കണ്ണെടുത്ത്. ഇതുകൊണ്ട് അടിക്കാൻ പറ്റില്ല, എനിക്ക് തീരെ പരിചയമില്ലാത്ത കണ്ണാണ്. അവ അതേന് വരുന്നുണ്ട്. അപ്പൊ നമ്മള് പൊട്ടി ഉപയോഗിച്ചു. പൈസ അവൻ ഇതേന് വരും. ഇല്ല, ഇതാ വരുന്നു. 53. ഇല്ല, രണ്ട് ഹെഡ് വരിട്ട് കിട്ടിയില്ല. ഒരു hit, ഒരു സീരിയസ്ലി ഒമാരനെ ഒരൊറ്റ ചിപ്പി. ഒരു 48, 49 പണ്ട് വരില്ല. എറിഞ്ഞപ്പോഴും അവരുടെ കൂട്ടി നിൽക്കുന്നു. ഓടെ കഴപ്പോണ്ട് നിർത്തും, കുറച്ച് ഇങ്ങോട്ടിട്ട് വെറുപ്പിക്കും. M187 കൊണ്ട് നല്ല ഹെഡ് കൈസ്. ഞാൻ പ്രതീക്ഷിച്ച എനിക്ക് അടിക്കാൻ പറ്റി. ഈ സ്കിന്നൊക്കെ പെർമനന്റ് ആണ്. ഈ സ്കിന്ന് ഇതിന് പറ്റി പ്രത്യേകിച്ച് സ്കിന്നൊന്നുമില്ല. ഉണ്ടോ? ഇല്ല, ഇല്ല ഒന്നും. ഇത് ഇലക്ട്രോ റോയൽ അല്ല, വെപ്പൺ റോയലിന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അല്ല, അത്ര ഉള്ളൂ, അത്ര ഉള്ളൂ, അത്ര ഉള്ളൂ. പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് അടിക്കാൻ നിൽക്കുകയായിരുന്നു, പെണ്ണ് മാറിപ്പോയി. ഇനി അവ എവിടെ നോക്കണം. ഏത് മുക്കില് പോയി ഒളിച്ചു കാണില്ല. പഴയ കഴിവൊക്കെ ലാസ്റ്റ് റൗണ്ട് നമ്മൾ എടുക്കാൻ പറ്റുമോ നോക്കാം. ഡെസേർട്ടികൾ ഈ കൊല്ലം ഇതാവില്ലേ, നമുക്ക് ശ്രമിക്കാം. അയ്യോ, എന്താ പറ്റി. ഞാൻ അവിടെ കുറവ് വിട്ടപ്പോ അവിടെ വന്നു വളൊക്കെ തീർന്നു. ഒന്നും കേറില്ല. ഈ ഡെസേർട്ടികളാണ് ഇപ്പൊ രൂപയത്. മണി അത് കൊല്ലുന്ന അത് കൊല്ലും. ഡെസേർട്ടുകളിൽ കളിക്കാനും വീഴുന്നു. ഈ റൗണ്ട് കൂടി വിട്ടു കൊടുക്കണം നോക്കാം. ചിലപ്പോ അടുത്ത റൗണ്ട് ആവും. ചിലപ്പോ ഡെസേർട്ടുകൾ അല്ലെങ്കിൽ പട്ടയം ഉണ്ടാവില്ല. ചിലപ്പോ പോയാലും ഈ റൗണ്ട് നമുക്ക്
ഓക്കെ, ഇനി അടുത്ത റൗണ്ട് റെസിഡ്യൂല് പോട്ടെ. അടുത്ത റൗണ്ട് നോക്കാം. ഓക്കെ, അടുത്ത് ഈ ഫുള്ള് ഇഷ്ടങ്ങളുണ്ടാവും. കമോൺ, ക്യൂ എടുക്കാം. പിന്നെ 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 പൊതുവാണോ? ഫിലിംചിത്രം എടുക്കാം. ആ അത് മതി. ഈ ഫിലിംചിത്രം കൊണ്ട് നൈസ് അടിച്ചോട്ട്. ഫോണും അടിക്കണ്ട, അത് ഉളുപ്പിലത്ത് വരുന്നത്. ഞാൻ ജയിച്ചു നോക്കട്ടെ. കൊണ്ട് അടിച്ചാലോ? ഒന്നും കടില്ല. அப்படி അവന്റെ സടികള് കിങ്ങാണ്. അവളാതെ അവനല്ല. അയ്യോ, എല്ലാരും പോയി. അല്ലെങ്കിൽ ഉണ്ടാവില്ല, എന്നാലും എടുക്കാൻ ശ്രമിക്കും. സോളോ ഞാൻ സോളോ എനിക്ക് നിങ്ങളൊന്ന് റിവൈൻഡ് അടിച്ച് നോക്കണം. ഫസ്റ്റ് ഞാൻ ഡ്യൂ നോക്കും, പിന്നെ ഞാൻ സോളോ എടുത്ത്. കുഴപ്പമില്ല. എന്താ എന്താ ഓർമ്മ തീർന്നു. അടുത്ത ഇവിടെ ആരെയും ഉണ്ടോ? എവിടെ വരും? എന്താ ശബ്ദം? നിങ്ങൾക്ക് എന്റെ വോയിസ് മാത്രം കേൾക്കുന്നോണ്ടാണ്. അത് ശബ്ദമുണ്ട്. ഇതുള്ളുണ്ടോ? ഇത് കാട്ടുന്നു. കണ്ടപ്പോ ഐസിനെ മറ്റേ ആ ടീമൊക്കെ നോക്കിയതാണ്. ടീമിൽ അടിച്ചിട്ടില്ല. ആയിരുന്നു ടീമൊക്കെ നിൽക്കാണ്. നൈസിന് ടീമൊക്കെ നോക്കിയാണ്. ഒരുമിച്ചായി ഓൺലി കഴിവ് കഴിഞ്ഞോ? ആ സോണൊന്നും അടിക്കരുത്. പോട്ടെ. AW എടുക്കണം. ലോൺ വുൾഫ് ഹെഡ്ഷോട്ട് ആയതുകൊണ്ട് AW ഒരു UAV വെക്കട്ടെ. ചെറിയൊരു ആരാ നോക്കാം. ആരാ ഡാമേജ് ഫുള്ള് കൊടുത്തു. എന്നിട്ട് ഒരു മനുഷ്യത്തില്ലാത്ത പരിപാടി, ഒരു കണ്ണിച്ചോരാത്ത പരിപാടി. അടുത്ത അവനെ പൊട്ടി രണ്ടു ചാമ്പി മണ്ട കളിപ്പിക്കുന്നേ. നോ ഇന്റർനെറ്റ് ഇല്ലേ കളിക്കുന്നത്. ലാസ്റ്റ് നിമിഷം കണ്ടേ നിങ്ങളുടെ അവന്റെ കൈ ഇറങ്ങി. ആ പോയിന്റ്സ് അത് പറ്റില്ലായിരുന്നു. അവ ഇന്റർനെറ്റ് ഇല്ല പറഞ്ഞിട്ട് നിങ്ങൾ കളിപ്പിക്കണം. എനിക്കറിയില്ല.
ഈ റൗണ്ട് മിക്കവാറും കേക്കോ അവിടെ പോയി കളിച്ചോട്ടോ. ഞാൻ അവിടെ നിന്ന് അല്ലെങ്കിൽ കളിച്ചോ. ആവൂ സത്യക്കൊരു ഗോൾ കിട്ടി. കേസാണല്ലേ എസ് കേസ് ഉണ്ട്. ഡെസർട്ടിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ ഡെസർട്ടിക്ക് കൊണ്ട് അടിക്കാൻ പറ്റില്ല. താരട്ടെ. ഏ? ഏ? ഹായ്. അതെങ്ങനെ കാണിച്ചു കൊടുക്കില്ല, അവർ കാണിച്ചു കൊടുക്കില്ല. ക്ലിക്ക് ചെയ്ത് തോന്നാണെന്തോ കണ്ടിട്ട് സമ അതിന്റെ പിന്നിൽ ഞാൻ കണ്ടാണ്. പക്ഷെ അടിക്കാൻ നിൽക്കുമ്പോ പോട്ടെ. മാക്സിന് വേണമെന്ന് തോന്നുന്നു. മാക്സിന് അടുത്ത കേസ് നമുക്ക് അടുത്ത എവിടാ ഈശ്വര എന്റെ കൊല്ലായിരുന്നു. ഓക്കെ ആ നമ്മുടെ ടീമേറ്റ് അത്തു. സീലിങ്ങില് പോയി കൂട്ടി. ആ ഇവിടെ ഉണ്ട് മനസ്സിലാക്കണോ? വെറുതെ വരണ്ട. ഇവിടെ ഉണ്ടോ? ദൂടി അയ്യോ അവിടെ ദൂരെ നിന്നോ. ചെക്കന്റെ ബുദ്ധി അവിടെ ഒരു പൂട്ട് കിട്ടില്ല. അത്ര എന്താ കമ്മിയൊന്നല്ല. അല്ലല്ലോ ഇത് പൊളിച്ചളി ഞാനാ ഇല്ലല്ല. അതാ ഇവിടെ പെൻ അണ്ണോയ് വീടുള്ളിലുണ്ടോയ്. അണ്ണന്റെ കുലി പോയി വന്നു. കമ്പനി സാധാ ലോൺ കളിക്കാൻ ഹെഡ്ഷോട്ടൊന്നും വേണ്ട. ഹെഡ്ഷോട്ട് ലോൺ കളിച്ചൊന്നും ആവില്ല. ഇതൊക്കെ പോയി അവിടെ എടുക്കാം. പെർമനന്റ് ആയിട്ട് കിട്ടിയോ? ഫുള്ള് പോയിക്കോട്ടെ. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഹെഡ്ഷോട്ട് നമുക്ക് പറഞ്ഞില്ല. എന്തിനാ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഹെഡ്ഷോട്ട് അടിക്കും. ഹെഡ്ഷോട്ട് അടിക്കാനൊക്കെ കഴിഞ്ഞാല് ആ സപ്പോർട്ട് ഒരു ടീമേറ്റ് ഇല്ല. ഇത് പറ്റുമോ? നമുക്കൊക്കെ പറ്റും, പക്ഷെ അപ്പൊ ഒന്നും അറിയില്ല. നമുക്ക് നോക്കാം. മിനി എസ് ഫീൽഡ് എടുത്ത് അവിടെ ക്യാമ്പ് നോക്കാം. എസ് ഫീൽഡ് എടുത്ത് ക്യാമ്പ് ചെയ്യാം. അതാരാ രണ്ടുപേരും ഫസ്റ്റ് ഈ ബാറിൽ ഇവിടുത്തെ ബാറിൽ ഒന്നല്ലേ കാണിച്ചുള്ളൂ. പിന്നെ ഞാൻ ടീമിന്റെ കളി കഴിഞ്ഞില്ല പിന്നെ മനസ്സിലായി രണ്ടുപേരും മറ്റേ ഇന്റർനെറ്റില്ലാത്ത പ്രാക്ടീസ്. നമുക്കത് കാണിച്ചു കൊടുക്കാം. ഇന്റർനെറ്റ് ഇല്ലാത്ത പ്രാങ്ക് അല്ലേ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ നമുക്ക് നോക്കാം. അതായത് കാണാൻ പറ്റാത്ത ക്യാരക്ടറില്ല, കുഴപ്പമില്ല. അയ്യോ പെട്ടു പന്നെ കൊണ്ട് കളിന്റെ നടുവില്. അവിടെ അമ്മമാര് പറ്റിച്ചോടെ പോട്ടെ. അപ്പോഴേക്ക് എക്സിറ്റ് ആയി പോയി. കണ്ണൊന്നില്ലേ? അത് കണ്ണൊന്നില്ലേ? മറ്റവനെടുക്കാൻ തോന്നുന്നു. കണ്ണൊന്നില്ല. കുഴപ്പമില്ല. രണ്ടുപേരിന്റെ കിട്ടോ കണ്ണില്ലാത്ത നമ്മുടെ ഭാഗ്യം. ഇവിടെ ഞാൻ ഉണ്ടേ ഇങ്ങോട്ടാ പോണേ. അത് ഞാൻ അവനെ കൊല്ലട്ടെ.
ഇത് ഹെഡൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. യ്യോ. എടാ അയ്യോ. ഓ ഹെഡ് 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 അത്ര ഉള്ളു. എവിടെ എവിടെ? എടാ അവിടെ അത്ര ഉള്ളു. കൊന്നു. ഇപ്പൊ ശരിക്കും റാങ്ക് തോന്നുന്നു. അത് മറ്റേതും റാങ്ക് ആയിരുന്നു. മൂന്നാമത്തെ റൗണ്ട് ആയപ്പോ നെറ്റ് വന്നു. ഈ റൗണ്ട് ടീം എടുത്തു വരാണ്ടേ. ആദ്യം മറ്റേനെ പോയി കൊല്ല. സീനായിക്കുന്നു. രസം കഴിക്കും. നിങ്ങൾക്ക് റീച്ച് അവിടെ കിട്ടും. കുറച്ചേരം ഞാൻ വന്ന് കൊല്ലും. മറ്റേനോടെ ഇതല്ലേ? അയ്യോ കിട്ടിയില്ല. കിട്ടുവോ? കുറച്ച് നോക്കട്ടെ. അങ്ങോട്ടാവുന്നു. ക്യാരറ്റ് ഇട്ടിട്ട് ഫുള്ള് കാണാതെ വരും. അടുത്ത് നിന്നൊക്കെ കാണും. അവനാണെങ്കിൽ പറയാൻ ഞാൻ ഒറ്റയ്ക്ക് 4 റൗണ്ട് അണ്ട 8 കില്ലാണ് അടിച്ചത്. എന്താണ് ഒച്ചോട്ടനെങ്കിൽ ഞാൻ ഇതിലും കണ്ടില്ലേ? ഹാവു ഭാഗ്യം. അത് അങ്ങനത്തെ ഒരു പൊട്ടൻ. അപ്പൊ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു. അപ്പൊ നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആവുന്നവരെ പ്ലീസ് എല്ലാവർക്കും ആശംസിക്കുക. പ്ലീസ് എല്ലാവർക്കും